This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. കൊണ്ടിട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും MB24 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ കാരണം ക്ലാസ് ഒക്കെ തുടങ്ങിയായിരുന്നു, എക്സാം പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് നീങ്ങി ഇപ്പോഴാണ് ശരിക്കും ഫ്രീ ആയിട്ടില്ല. അടുത്ത പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഏതായാലും വീഡിയോ ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ടാണ്. അപ്പോൾ എന്ത് ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കാണ്. ഹാക്കിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോസ് മാത്രമായിരിക്കും. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല, കാരണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ജസ്റ്റ് നമ്മളൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അല്ല അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഹാക്ക് ചെയ്ത് പഠിക്കാൻ പോകുന്നത് OS-ലാണ്, അതായത് കാളി ലിനക്സ് എന്ന് പറയുന്ന ഒരു OS-ലാണ്. ആ OS റൺ ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു സിസ്റ്റം വേണം. സിസ്റ്റം മീൻസ് വിർച്വൽ ബോക്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് വേറൊരു സിസ്റ്റം, അതിൻ്റെ അകത്താണ് നമ്മൾ കാളി ലിനക്സ് OS റൺ ചെയ്ത് അതിൻ്റെ അകത്താണ് ഹാക്ക് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അത് രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടവർ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പം അത് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ആ ലിങ്ക് ഞാൻ കൊടുത്തേക്കുന്ന ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പേജിലേക്ക് ഓൾറെഡി ഡയറക്റ്റ് അങ്ങ് പൊക്കോളൂ. എന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന ലിങ്കിൽ, ഈ ആദ്യം കാണുന്ന ഈ വിൻഡോസ് എന്ന് പറയുന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ ഡൗൺലോഡ്സിലേക്ക് ആയിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് ഏത് ഫോൾഡറിലേക്കാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, സേവ് എടുക്കുക. ഇവിടെ ഡൗൺലോഡ് ആകുന്നത്. ഓക്കെ, ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ക്യാൻസൽ കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത് OS ആണ്. OS-ന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. കോപ്പി, ഓക്കെ, പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അത് നേരെ ഡൗൺലോഡ് പേജിലേക്കാണ് നോക്കുന്നത്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നേരെ ഈ പേജിലേക്കായിരിക്കും വരുന്നത്. അതിൽ നിങ്ങൾക്ക് 64 ബിറ്റ് ആണെങ്കിൽ 64 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക, ടൊറൻറ്റ് ഉണ്ടെങ്കിൽ ടൊറൻറ്റ് വഴിയും ഡൗൺലോഡ് ചെയ്യുക. പിന്നെ 32 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റും ഡൗൺലോഡ് ചെയ്യാം. അതും ടൊറൻറ്റ് ഉണ്ടെങ്കിൽ ടൊറൻറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം. ഇല്ല ലിങ്ക് നമുക്ക് നേരെ ഡൗൺലോഡ് പേജിലേക്ക് പോകുന്നത്. ഓക്കെ, എനിക്ക് ടൊറൻറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ ലിങ്ക് നമുക്ക് അതിലേക്കാണ് പോകുന്നത്. ഓക്കെ, നേരെ ഡൗൺലോഡ്സ് പേജിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ ഈ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നേരെ ഡൗൺലോഡ് ആയിക്കോളും. എന്നിട്ട് ഫോൾഡർ ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഇവിടെ ഡൗൺലോഡ് വന്ന് കാണാം. ഓക്കെ, ഞാൻ അത് ക്യാൻസൽ കൊടുക്കുകയാണ്. ഓക്കെ, ഡൗൺലോഡ് ആയി കഴിഞ്ഞ ശേഷം വിർച്വൽ ബോക്സ് ഇങ്ങനെയായിരിക്കും ഡൗൺലോഡ് ആയി കഴിഞ്ഞിരിക്കുക. ഇങ്ങനെ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വീണ്ടും വരുമോയെന്ന് ചെറിയ സംശയമുണ്ട്. ഞാൻ നേരത്തെ ഒരു ചെയ്ത് നോക്കിയായിരുന്നു, അന്നേരം എറർ അടിച്ചായിരുന്നു, എന്നാലും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ആദ്യം വരിക. എന്നാലും നിങ്ങൾ വേറെ ഒന്നും മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഏത് ഡിസ്കിലേക്കാണ് ഇതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ പോകുന്നത് ആ ഡിസ്ക് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ചുമ്മാ നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ക്യാൻസൽ എടുക്കുക. നെക്സ്റ്റ് കൊടുത്ത അവസാനം ഇൻസ്റ്റാളേഷൻ കാണും, അത് കൊടുത്താൽ മതി. ഓക്കെ, ഫിനിഷ്. അന്നേരം ഇങ്ങനെ ഒരു APK ഫയൽ കിട്ടും. ഇതിലാണ് നമ്മൾ കാളി ലിനക്സ് റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഇനി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. കാളി ലിനക്സ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി അത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കാളി ലിനക്സ്. ഓക്കെ, കാളി ലിനക്സ് ഫയൽ ഇതാണ്. ഓക്കെ, ഇത് തന്നെ. ഇതിൻ്റെ അകത്ത് കാളി ഇങ്ങനെ ഒരു ഫയലായിരിക്കും ആദ്യം കിട്ടുന്നത്, ഒരു WinRAR ഫയൽ. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫയൽ കിട്ടും. ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന ഫയലാണ് നമ്മൾ അത് റൺ ചെയ്യിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ ആദ്യം കാണാം ഈ ന്യൂ എന്ന ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ എന്ത് പേരാണ്, ഞാൻ അവിടെ മാസ്റ്റർ ഒന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടെ വേറെ ഏതൊരു പേര് കൊടുക്കാം. ഇപ്പം എന്താ കൊടുക്കുക, എൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കാം. MB24 കൊടുത്തിട്ട്
ഏത് ഡിസ്കിലേക്കാണ് അതിൻ്റെ ഫയലും സേവും കാര്യങ്ങളൊക്കെ പോകുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സി ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ അത് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിലേക്ക് സെലക്ട് ചെയ്യാം. സി മാറ്റി ഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡിക്കകത്ത് ഡി കൊടുത്തിട്ട് കാലി ലിനക്സിൻ്റെ ഫോൾഡർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സെലക്ട് ഫോൾഡർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വിൻഡോസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 764 ബിറ്റ് അതൊക്കെ മാറ്റുക. അത് മാറ്റണം. അത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴെ ലിനക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ലിനക്സിൻ്റെ അകത്ത് അത് ലിനക്സ് ഇടുക. പിന്നെ രണ്ടാമത് ഈ നിങ്ങളുടെ ബിറ്റ് ഏതാ നോക്കുക. 64 ബിറ്റാണോ 32 ബിറ്റാണോ നോക്കിയിട്ട് അതും എടുത്തിടുക. അപ്പം ഇങ്ങനെ വരും. ഓക്കെ, അത് ഞാൻ നെക്സ്റ്റ് കൊടുക്കുക. അത് ഞാൻ നിങ്ങളുടെ സിസ്റ്റത്തിലെ റാം എത്രയാണോ അതിൻ്റെ പകുതി കൊടുക്കുക. അതായത് മാക്സിമം ഒരു 2 GB റാമൊക്കെ മതി. എൻ്റെ ഇപ്പോൾ 4 GB ഉള്ളത്, അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു 2 GB റാം കൊടുക്കുക. 2 GB റാം അത്രയുമല്ല, 1798. ഓക്കെ, ഇത്രയും മതി. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് വിഷ്വൽ ഹാർഡ് ഡിസ്ക് ഫയൽ ഇത് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇത് എനേബിൾ ആവും. എന്നിട്ട് ഈ ഫയലിൻ്റെ പുറത്ത് ചിഹ്നത്തിൽ അമർത്തിയിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് ഡൗൺലോഡ് ചെയ്തത്, നമ്മൾ ന്യൂ ഡിയിലാണ് ഡൗൺലോഡ് ചെയ്തത്. അതിൻ്റെ അകത്ത് കാലി ലിനക്സിൻ്റെ ഫയലിനകത്ത് അതായത് നിങ്ങൾ ഏത് ഫയലിൻ്റെ അകത്താണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഓപ്പൺ ആക്കുക. അന്നേരം ഇതേപോലെ ഒരു ബോക്സ് ആണ്. വിർച്വൽ ബോക്സിൻ്റെ ഇങ്ങനെ ഒരു ചിഹ്നം കാണും. അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്യുക, ചോയ്സ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ്. നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. MB24. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ഒരെണ്ണം ഞാൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഏതായാലും റിമൂവ് ചെയ്ത് കളയുക. അപ്പം ഇതിൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു സ്റ്റാർട്ട് കൊടുത്താൽ മതി. അത് ഡയറക്റ്റ്ലി ഓപ്പൺ ആവും. ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെറ്റിങ്സിൽ ഒന്ന് പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണോ നോക്കുക. അതായത് ജനറലിലൊന്നും മാറ്റണമെന്നില്ല. നിങ്ങൾ ഡിസ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നത്, അതായത് നിങ്ങളുടെ ഫയലും കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് അത് അങ്ങോട്ട് ഇതിലേക്ക് തന്നെ പോയാൽ മതി എന്ന് നോക്കുക. ഓക്കെ, അങ്ങോട്ടാണെങ്കിൽ എനിക്ക് ഡിയിലേക്ക് മതി. അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത്. പിന്നെ സിസ്റ്റം 2 GB റാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ മാക്സിമം ആക്കിയിട്ടേക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ സ്റ്റോറേജ് ഓക്കെ ആഡ് ചെയ്യും. നെറ്റ്വർക്ക് നിങ്ങൾ ബ്രിഡ്ജ് അഡാപ്റ്റർ കൊടുക്കാം, ഇല്ലെങ്കിൽ നാറ്റ് കൊടുക്കാം. NAT രണ്ട് ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് തന്നെ ഇട്ടേക്കാം. പിന്നെ വേറെ ഒന്നും മാറ്റമൊന്നുമില്ല. ഓക്കെ കഴിഞ്ഞ് ഓക്കെ കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഇൻസ്റ്റാളേഷനിൽ എന്തെങ്കിലും എററോ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൻ്റെ അകത്തൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞിരുന്നേക്കും. ഇപ്പോൾ തുറന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഞാൻ പറഞ്ഞുതരാം. പാസ്വേഡും യൂസർ നെയിമും ചോദിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. പാസ്വേഡും യൂസർ നെയിമും കാലി തന്നെയാണ്. അതായത് പാസ്വേഡ് ഈസ് കാലി, യൂസർ നെയിം ഈസ് കാലി. രണ്ടും കാലി തന്നെ, KALI. രണ്ടും കാലി അടിച്ചിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ആയി വരുന്നുണ്ട്. നെറ്റ് ഉണ്ടല്ലോ, സ്ലോ ആണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇത് റീഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു അവസരം പറ്റും. അപ്പം അതുകൊണ്ടാണ് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് ഞാൻ പറയുന്നത്. അല്ല എനിക്ക് റേറ്റിംഗ് കൂട്ടാൻ അതിൻ്റെ യാതൊരു ഇല്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോ മാത്രമായിരിക്കും. അപ്പം അടുത്ത വീഡിയോസ് തൊട്ടാണ് നമ്മൾ
ഇതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഇനി ജസ്റ്റ് ആഴ്ചയിൽ ഇനി 2 അല്ലെങ്കിൽ 1 വീഡിയോ വെച്ചായിരിക്കും ഇടുന്നത്. അത് ശനി അല്ലെങ്കിൽ ഞായർ, ഈ 2 ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്നത് ഇതിന്റെ യൂസർ നെയിം പാസ്വേഡ് ആയിരിക്കും. യൂസർ നെയിം കാലി, KALI കാലി, എൻ്റർ കൊടുക്കുക. പാസ്വേഡും കാലി, KALI കാലി, എൻ്റർ കൊടുക്കുക. ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതാണ് ടെർമിനൽ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഹാക്കിങ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ നടക്കുന്ന എല്ലാ വർക്കും ഇതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊന്നും ജസ്റ്റ് നമ്മൾ റൂട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ബാക്കി ഇതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒത്തിരി ഉണ്ട്. ഇതിനകത്ത് ഒത്തിരി ഫീച്ചർ, അതായത് 600 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അതായത് ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഈ ബീഫ് സ്ട്രാക്ട് ഇത് യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റ് ഹാക്കിങ്ങിനാണ്. ഓക്കെ, അങ്ങനെ ഒത്തിരി വൈഫൈ ഹാക്കിങ്, ആൻഡ്രോയിഡ് ഹാക്കിങ്, വെബ്സൈറ്റ്, വിൻഡോസ് 7, 10, പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോയിലായിട്ട് ഞാൻ ഓരോരോ സെക്ഷൻ ബൈ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ ഈ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും